കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള സൈന്യത്തിന്റെ തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. സൈന്യത്തിന്റെ തിരച്ചിൽ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഡാർ സിഗ്നൽ വീണ്ടും ലഭിച്ചിരിക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നു. അക്ഷയ് മോഹൻ അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അക്ഷയ്, പ്രതീക്ഷയേകുന്ന ചില വിവരങ്ങൾ വരുന്നു. റഡാർ സിഗ്നൽ വീണ്ടും ലഭിച്ചുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടതുപോലെ തന്നെ കർണാടക ശിരൂരിൽ അർജുൻ എന്ന യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസത്തോളം ആയില്ലേ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബമാണെങ്കിലും എല്ലാവരും, കുടുംബം മാത്രമല്ല നമ്മളെല്ലാവരും അർജുൻ തിരിച്ചു വരണേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടിരിക്കുവാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 7 ദിവസമായിട്ടും ഒരു ഇതുപോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ, മറിച്ച് ഇത് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അർജുനെ പുറത്തെടുക്കാനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചേനെ. പക്ഷേ ഇത് ഒരു കർണാടകയിലായതുകൊണ്ട് മാത്രമാണ്, അവിടുത്തെ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അർജുൻ്റെ ഒരു തുമ്പ് പോലും ലഭിക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നത്. മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അർജുൻ ജീവനോടെ തന്നെ പുറത്ത് വരട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു മോനാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ഭാര്യയും ചെറിയൊരു പ്രായമാണ്. എന്താ പറയുക, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്, ഉറങ്ങാനുള്ളതിനൊക്കെ. അപ്പോൾ അവിടെ ആ ഒരു ഏരിയ പറഞ്ഞത് തന്നെ മണ്ണിടിച്ചിലും ഇതൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ഏരിയ തന്നെയാണ്. അവിടെ തന്നെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ ഒരു മഴയും ഇതൊക്കെ വരുന്ന സമയത്ത് മണ്ണിടിച്ചിലും ഇതൊക്കെ ഉള്ള ആ ഒരു സ്ഥലം ആയിട്ട് പോലും അവിടെ ഒരു കുടുംബം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കുടുംബം ഒരു മണ്ണിടിച്ചിൽ ആ കുടുംബത്തോടു കൂടി 4 പേരടങ്ങുന്ന ആ ഒരു കുടുംബം ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഭാഗം റെസ്റ്റ് ചെയ്യാൻ എല്ലാവരും, ലോറിക്കാരെല്ലാവരും തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് അധികം വാഹനങ്ങളുടെ ഒന്നും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റോഡ് വീതി കൂടിയതാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് നിർത്താനും സൗകര്യമാണ്. പക്ഷേ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു ഏരിയയാണ് അത്. അധികൃതരൊന്നും അത് ഒരു മുൻകൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള സിഗ്നൽ ഇവിടെ അപായമാണെന്നുള്ളത് കൊടുത്തിട്ടുള്ള ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നും അവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴും ആ ഒരു കുടുംബം അവിടെ തന്നെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഈ മഴയുള്ള സമയത്ത് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 4 അംഗ കുടുംബം ഒരു മണ്ണിടിച്ചിൽ ഇതേപോലെ ഒരു മഴ ഇതൊക്കെ വന്നപ്പോൾ ആ ഒരു കുടുംബം ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം ഉണ്ടായിട്ടും ആ കർണാടക സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ആ അപകടമുള്ള ആ ഭാഗത്തു നിന്നൊക്കെ മാറ്റി താമസിപ്പിക്കും. മഴയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നെയും ആളുകൾ വരാതിരിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ തന്നെ അവർക്ക് അപകട മേഖലയൊക്കെയുള്ള ഭാഗത്ത് നിന്നും ഇങ്ങനെ മഴയും അതുപോലെ ഡാം തുറക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ അവിടെ നിന്നും ജാഗ്രതാ നിർദ്ദേശം കൊടുത്ത് അവരെ പറ്റിയ ആ സ്ഥലത്തോട്ട് മാറ്റും. പക്ഷേ ഈ കർണാടക സർക്കാർ എന്താണ് ഇങ്ങനെയെന്നാണ് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ ഒരു മലയാളി ആയതുകൊണ്ടാണോ അപ്പോൾ അവർ ചോദിക്കുന്ന, അവർ പിന്നെ ഇനിയിപ്പോൾ മന്ത്രിയുടെയോ വലിയ ആൾക്കാരുടെ മകനാകാത്തത് കൊണ്ടാണ്, എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യനല്ലേ, മനുഷ്യ ജീവനല്ലേ, അതിന് ഇത്രയും വിലയില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അർജുൻ എന്ന മോനോട് ചെയ്തത് ഭയങ്കര ഒരു അനീതി തന്നെയാണ്. ഈ 7 ദിവസം കഴിഞ്ഞിട്ടും സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർക്കുമ്പോൾ, അപ്പോൾ ഇത്രയും പുരോഗമനമുള്ള നമ്മുടെ നാട്ടിൽ ആ 7 ദിവസമായിട്ട് ഒരു മണ്ണിനടിയിൽ ഒരു ജീവൻ കിടക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, എത്രമാത്രം വേദനയാണ് അല്ലേ. അർജുൻ്റെ വീട്ടുകാർ എത്രമാത്രം വേദന തിന്നുന്നുണ്ടാവും. പിന്നെ അർജുൻ്റെ വീട്ടുകാർ ഒരു വീഡിയോയ്ക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടത് ഞാൻ കണ്ടു. അത് ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നു, അവർക്ക് അർജുൻ പോയതിന് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ആ കുടുംബത്തിനറിയാം, ആ അർജുനെ കാണാത്തുള്ള വേദന ആ കുടുംബത്തിനറിയാം. ആ അർജുൻ്റെ വൈഫാണെങ്കിലും ചെറിയൊരു പ്രായമാണ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ അവർ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മുമ്പിലും അവർ കരഞ്ഞ് നെഞ്ചത്തടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അവരത് ബോൾഡായി നിന്നിട്ട് അത് കാര്യം പറയുന്നു. അതിനും വിമർശിക്കാൻ കുറേ പേര്. എന്താണ് നമ്മുടെ ഈ ലോകം നന്നാവാത്തതെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്.
പോകുന്നത്. എന്തിനും കുറ്റങ്ങളും ഇതും കണ്ടുപിടിക്കുന്ന കുറേ ആളുകൾ. ഈ കുറ്റങ്ങൾ പറച്ചിലൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അവരുടെ മാനസിക വിഷമത്തിൽ നമ്മളും കൂടെ പങ്കുചേരുക. നമുക്ക് എന്താ പറയുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാതെ അവരങ്ങനെ ചെയ്തു, അവർക്ക് വിഷമമില്ല, അവർ ഒരുങ്ങിക്കെട്ടി വന്ന് നിൽക്കുന്നു, അവരത് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നു, ഇത് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് എന്താണ് കിട്ടുന്നത്? എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ്. ഇങ്ങനെയൊന്നും ആവരുത്. ഞാൻ ചിന്തിച്ചു പോണ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവരുടെ ആ മനസ്സുണ്ടല്ലോ, അപാരം തന്നെയാണ്. എന്താ പറയുക, 100-ലൊരു 2-3% മതി ഇങ്ങനെയുള്ള പാഷാണത്തിൽ കൃമികൾ. എന്താ പറയുക, ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, അർജുൻ എന്ന മോനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. ജീവൻ്റെ അംശം ഉണ്ടെന്ന് തന്നെ അറിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. 7 ദിവസമായിട്ടും ഒരു ഇതുമില്ല എന്നറിയുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 7 ദിവസം മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ജീവൻ ഉണ്ടാവുമോ ഇല്ലയോ, എല്ലാവർക്കും ഒരു ഇത് തന്നെയാണ്, ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ മിറാക്കിൾ സംഭവിക്കാം. അതുപോലെ അർജുൻ്റെ ആ കാര്യത്തിൽ മിറാക്കിൾ തന്നെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിച്ചു പോകുന്നത്. എന്താ പറയുക, ആ മോളെയും ആ മോനെയും കാണുമ്പോൾ, അർജുൻ്റെ വൈഫിനെയും മോനെയും കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ചെറുപ്രായമാണ്. ഈ പ്രായത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെടുക എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. അർജുനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. അതുപോലെ തന്നെ അവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഭയങ്കര ടഫാണ് ചെയ്യാൻ. ഭയങ്കര ടഫാണ്. മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും മണ്ണും മലയും കുന്നൊക്കെയാണല്ലോ, അതും ഇടിഞ്ഞു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനമൊക്കെ ഭയങ്കര ടഫാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അത് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഒരു ന്യൂസ് കണ്ടു. അതിലിങ്ങനെ പറയുന്നത്, കേരളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുറച്ച് യുവാക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരെയും തടഞ്ഞു എന്നാണ് പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവർ ചെയ്യുന്നത് അതും സമ്മതിക്കാത്തൊരു സർക്കാർ. അത് ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരെന്താണ്, ഈ ഗവൺമെൻറ് എന്താണ് ഇങ്ങനെയെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത്. അതൊരു ചോദ്യം തന്നെയാണ്. എന്താ ചോദിച്ചാൽ, ഇത്രയും ദിവസമായിട്ടും ഒരു തുമ്പ് പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള ആ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, അത് അതിഭയാനകരം തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെയൊക്കെ ജീവന് എന്താണ് വിലയുള്ളത്? അപ്പോൾ മനുഷ്യർക്ക് ഇത്രയും വിലയില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെയല്ലേ ഇതൊക്കെ മുൻകൈ എടുത്ത് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ അർജുൻ മലയാളി ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇപ്പോൾ വലിയ ആളുകളുടെ മക്കളാണെങ്കിൽ ഈ സർക്കാർ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അപ്പോൾ അതും ഒരു മനുഷ്യ ജീവനാണ്. അപ്പോൾ അതിന് കുറച്ചെങ്കിലും വില കൽപ്പിക്കണം. അത് ഭയങ്കര ഒരു വിഷമം ആക്കുന്നൊരു ഇത് തന്നെയാണ് ഈ സർക്കാർ ചെയ്തത്. അപ്പോൾ ആ കുടുംബത്തിന് എന്താ പറയുക, അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അവരുടെ ആഗ്രഹം പോലെ തന്നെ അർജുൻ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിച്ചു പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്താ പറയുക, അത്രയും വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ. നമുക്ക് നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ നിന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അർജുനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും അർജുനനെ ഉൾപ്പെടുത്തണം. അവർക്ക് എത്രയും പെട്ടെന്ന് ആ മോനെ തിരിച്ചു ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.